Heads up. അല്ലെങ്കിൽ വെടിവെക്കും ഞാൻ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Highly impossible. ചെയ്യാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത ചിങ്കൻ സാർ അത് പറ. ഇന്ന് ഞാൻ ഇതുവരെ കള്ളന്മാരും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങളെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. കലിയ കയറ് പൊട്ടിച്ച് വരുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാ. ഇപ്പൊ എന്താ ചെയ്യാ സാറേ? Why fear when Chingam is here? ഇതുപോലത്തെ കാലങ്ങളെ ഞാൻ ഒരുപാട് മെരുക്കിയിട്ടുണ്ട്. പേടിക്കണ്ട എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങള് പുലിയെയും കടുവയെയും പിടിക്കുന്നവരാ. പിന്നെ അല്ലേ ഈ കുരുപൊട്ടിയ കാള. ധൈര്യമായിട്ട് ആ കാലിയ ശരിക്കും അപകടകാരിയാ. ഓടിക്കോ. ഞങ്ങൾക്ക് ഒരു കാലിയായും പേടിയില്ല. ഈ കാളയൊക്കെ അടക്കാന്ന് വെച്ചാ ഒരു പൂപ്പറിക്കുന്ന സമയം മതി എനിക്ക്. മതി, നീ ഒന്ന് സ്വബോധത്തിലേക്ക് വാ. നീ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. ചിലപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ആർക്ക് ഇഷ്ടമാവില്ലെന്നാ നീ പറയുന്നേ? ആ കാളയ്ക്കോ? അതിന് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കാൻ പറ. അത് ശരി, അപ്പൊ നിങ്ങള് കാളയെ പിടിക്കാൻ വളരെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നല്ലൊരു പണി തന്നില്ലെങ്കിൽ എന്റെ പേര് കാലിയാന്നല്ല. ഇപ്പൊ ഓടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഓടാൻ പറ്റില്ല. അവൻ യുദ്ധത്തിനുള്ള കാഹളം മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ കാളകളും യുദ്ധത്തിന് കാഹളം മുഴക്കാൻ തുടങ്ങിയോ? എന്റെ അമ്മോ രക്ഷിക്കണേ, അമ്മച്ചി രക്ഷിക്കണേ, കാളക്കുട്ട എന്നെ വിടണേ, എന്നെ വെറുതെ വിട്ടേക്കണേ. ഈ കാലി എന്നെയാണല്ലോ നോട്ടമിട്ടിരിക്കുന്നത്. ഓടിക്കോ. ആ കാളക്കുട്ടൻ എവിടെ പോയി? ആർക്കറിയാം, ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. എന്നെ കൊന്നേ. നിങ്ങൾ അവൻ ഇവിടെ തപ്പിട്ടൊന്നും കാര്യമില്ല. അവൻ താഴെയുണ്ട്. കണ്ടോ? എന്റെ അമ്മച്ചി രക്ഷിക്കണേ. മോട്ടു ഒന്ന് വേഗം എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ഇവൻ നമ്മളെ ആകാശത്ത് പറപ്പിച്ചുകൊണ്ടേയിരിക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടാ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. എന്റെ അമ്മോ, എന്തിനൊന്ന് വേഗം ആലോചിക്കാൻ പറ്റുള്ളൂ. അതിനാലോചിക്കാൻ ഒരു സമയം തന്നാലല്ലേ, ഇവൻ നിലത്ത് നിർത്തിയാലല്ലേ ആലോചിക്കാൻ പറ്റൂ. ഐഡിയ, ആകാശത്ത് കൂടെ തന്നെ ഓടിക്കോ. രക്ഷപ്പെട്ടോ. എന്റെ വല്യേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ ആകെപ്പാടെ പ്രശ്നത്തില. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ എന്താണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ആദ്യം കാളയെ മെരുക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതേ കാള ഇപ്പൊ ആളുകളെ എങ്ങനെ ഓടിക്കാന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നോണ്ടിരിക്കുക. ഒരു കാള ഞങ്ങളെ വിടാതെ ഓടിച്ചിട്ട് ഇടിക്കുക. രക്ഷിക്കണം ചേട്ടാ, അവൻ ഞങ്ങളെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക. അവനൊരു ഭീകരൻ തന്നെയാണ്. അതെ, നീ ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. കാളയെ മെരുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഡോക്ടർ ജഡ്ക, കാളടുത്ത് രക്ഷപ്പെടാൻ ഇവനൊരു പടച്ചട്ട കൊടുക്കും. നീ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട സഹോദര. നീ എന്റെ പ്രിയപ്പെട്ട ചങ്കല്ലേ. ഞാൻ തരാൻ പോകുന്ന സാധനം ധരിക്കുവാണെങ്കിൽ കാള നിന്നോട് മുട്ടി ക്ഷീണിച്ച് സ്ഥലം വിട്ടോളും. ചുറ്റുവട്ടത്തൊന്നും കാണുന്നില്ല. ആഹാ, അത് ശരി. അപ്പൊ ഇങ്ങനെ ഒളിച്ചും പാത്തും വരികയാണല്ലേ? കുറച്ചു മുമ്പ് വരെ നിങ്ങള് കാളയെ പിടിക്കുന്നതിനെ പറ്റി വലിയ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? എന്റെ തിളപ്പൊക്കെ തീർന്ന. ഇപ്പൊ തിളപ്പ് മുഴുവൻ തീർന്നു അല്ലേ? വേഗം ഓടിക്കോ, ദേ അവൻ പുറപ്പെട്ട് കഴിഞ്ഞു. ഇതെന്ത് ഡ്രസ്സാ എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചത്? എനിക്ക് ഓടാൻ പറ്റുന്നില്ലല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. മന്ത്രോ, പോലീസിനെ വിളിക്കേ. മോട്ടോ, പോലീസിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കേസ് അവർ ഏറ്റെടുക്കില്ല. മുകളിലുള്ളവനെ നല്ലോണം വിളിച്ചോ, അവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. അല്ലെങ്കിൽ ഈ ഡോക്ടർ ജഡ്കയുടെ സാധനം ഒന്നിനും കൊള്ളത്തില്ല. ഡോക്ടർ ജഡ്ക, മോട്ടോ ഈ വഴി എങ്ങാനും വന്നിരുന്നോ? ഇതുവരെ എത്തിയിട്ടില്ല. എന്നാ ഇപ്പൊ വന്നോളും. രക്ഷിക്കണേ. വന്നു. പൊളിച്ചെടുത്തല്ലോ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വഴിയില്ല ഞങ്ങള് പറഞ്ഞു തന്നത്. ഇപ്പൊ നിങ്ങളെന്താ ഞങ്ങളെ കൊല്ലാൻ നോക്കണോ?
എന്റെ നടുവൊടിഞ്ഞു. എന്റെ രോഗികളാണ് സത്യം. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ വരില്ല. വലിയേട്ടാ രക്ഷിക്കൂ. അവൻ ഞങ്ങളെ വിടുമെന്ന് തോന്നുന്നില്ല. എന്താന്നറിയില്ല, അവൻ എന്നെ തന്നെയാണ് കുറി വെച്ചിരിക്കുന്നത്. ഓ മോട്ടു, നീ ഇങ്ങനെ കരയല്ലേ? എന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്? നീ പോയ ഡ്രമ്മിന്റെ അടിയിൽ ഒളിക്ക്. ഞങ്ങള് പറയുന്നത് വരെ പുറത്തു വരണ്ട കേട്ടോ. ഡോക്ടർ ജഡ്ക, ഇതാണ് ഞാൻ പറഞ്ഞ കാലിയ. കാലിയ, ഇതാണ് ഡോക്ടർ ജഡ്ക. പിന്നെ ഇതാണ് ഗസീറ്റാറാം. എന്നാ നിങ്ങൾ എല്ലാരും വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ ഇപ്പൊ വരാവേ. എന്റെ അമ്മേ. അതെന്തായാലും നന്നായി, ഇവിടെ എനിക്ക് ഇഷ്ടായിട്ടോ. എടോ സീതാറാമേ, ഇനി ഇവിടെ നിന്നാ ഇത് നമ്മളെയും ചമ്മന്തിയാക്കും. വാ ഓടിക്കോ. അതെ, ഓടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഓ ബത്ലു, എന്റെ കൂട്ടുകാരാ, ഇതെന്തിനാ എന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നത്? ഇവൻ മോട്ടുവിനെ തപ്പി ഇറങ്ങിയതാ. ഇവൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട് മോട്ടുവിനെ നമ്മളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കണ്ടില്ലേ? പൊളിച്ചെടുത്തല്ലോ എന്റെ അമ്മച്ചി, എന്നെ രക്ഷിക്കണേ. എന്നെയൊക്കെ പഞ്ഞിക്കിടണോ അതോ വെറുതെ വിടണോ? പറ, നിന്നെ ഞാൻ എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്ന്. പറയാം, ഞാൻ എല്ലാം പറയാം. അതാ ആ ഡ്രമ്മിനടിയിലുണ്ട് പോട്ടു. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എങ്ങോട്ടാണോ ഓടണത്? നീയൊക്കെ കാളയെ പിടിക്കാൻ ഭയങ്കര മിടുക്കനാന്നല്ല പറഞ്ഞത്. ചിങ്കം സാറേ, എത്രയും പെട്ടെന്ന് മോട്ടുവിനെ രക്ഷിക്ക്. അവന്റെ ജീവൻ അപകടത്തിലാണ്. എന്റെ അമ്മോ, ഇപ്പൊ ആരാ ജീവൻ ആപത്തിൽ കുടുങ്ങിയിരിക്കുന്ന? ഇതാദ്യം പറ. നീ ഒന്ന് പുറകെ നോക്ക്. കാള പുറകെ വരുന്നുണ്ടോ? ഒന്ന് പിന്നിലോട്ട് നോക്ക്, കാലിയെങ്ങാനും വരുന്നുണ്ടോന്ന്. ഓ, വരുന്നൊന്നും ഇല്ലെന്ന്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ കൂട്ടുകാരെ. നമ്മൾ ഇതിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ. പേടിക്കരുത്, നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യൻ തന്നെയാണ് ഭൂമിയെയും ജലത്തെയും പിന്നെ ആകാശത്തെയും കീഴടക്കിയത്. നമ്മൾ ഒരിക്കലും ഒരു കാളയെ പേടിക്കരുത്. അവൻ ഇടിച്ചിടിച്ചെന്നെ പഞ്ചറാക്കി കളഞ്ഞില്ലേ? എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞില്ലേ അവൻ? എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. അതെ, എനിക്ക് കാള മെരുക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. പിടിച്ചിരിക്കുന്നു. ഇവനെ കെട്ടിയിട്. ഇവൻ ഒരുപാട് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ അമ്മച്ചി. ഇതാ ഈ പച്ച കളറിൽ കാണുന്നില്ലേ? ഇതൊരു കെണിയാണ്. ഇതില് മരത്തിന്റെ കമ്പും പുല്ലും ഒക്കെ വെച്ച് മറച്ചിരിക്കുകയാണ്. മോട്ടു കാളയെ ഓടിച്ച് ഈ കുഴിയുടെ അടുത്ത് വരെ എത്തുമ്പോൾ കെണി കാള കാണത്തില്ല. മോട്ടു കെണിയുടെ അടുത്തെത്തുമ്പോ ഈ സൈഡിലേക്ക് ഓടി മാറണം. അപ്പോ കാള വന്ന് കെണി വീണോളും. എങ്ങനെയുണ്ട്? എന്തോ കുഴപ്പമുണ്ട്. ഒന്നിൽ എന്റെ അടിമേടിച്ച് ഇവന്മാരുടെ തലച്ചോറിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇവന്മാരെ കണ്ട തള്ളേ കലിപ്പ് തീരണില്ലല്ലോ. അല്ലേ പിന്നെ ഇത് ഇവന്മാരുടെ വല്ല കെണിയാണോ? വരുന്നിടത്ത് വെച്ച് കാണാം. എങ്കി വാ, ധൈര്യമുണ്ടെങ്കി വാ. പൊളിച്ചേ. ആ കാളയ്ക്ക് അറിയില്ല ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീണൂന്ന് കേട്ടിട്ടില്ലേ? ഇറ്റ്സ് പാർട്ടി ടൈം.
പത്തലു, എന്റെ പത്തലു, എനിക്കും പട്ടം പറപ്പിക്കാൻ കൊതിയാവുന്നു പത്തലു. മോട്ടു മകരസംക്രാന്തി അല്ലേ, പട്ടം പറപ്പിക്കുന്ന കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാത്രേ. എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാ. എനിക്കും പങ്കെടുക്കണം. എന്തെങ്കിലും ഒന്ന് ആലോചിക്കും മോട്ടു. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഏതെങ്കിലും പട്ടം പൊട്ടി താഴെ വീഴില്ലേ, അപ്പൊ നമുക്ക് അതെടുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. പൊളിച്ചേ, ഈ ഐഡിയ എന്തായാലും കൊള്ളാം. ദേ കണ്ടോ, ആ പട്ടം താഴെ വീണു. വരൂ പത്തലു. ബോക്സർ ചേട്ടാ, സോറി, തെറ്റ് പറ്റിപ്പോയി. ഞങ്ങൾ ആ പട്ടവും നോക്കി വരികയായിരുന്നു. ഓ, പട്ടം എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു പട്ടം പിടിക്കാൻ വേണ്ടി റോട്ടിൽ ഇങ്ങനെ ഓടാൻ പാടില്ല. അതുകൊണ്ട് ആക്സിഡന്റ്സ് ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ കളർ ചുവപ്പും നീലയായിട്ട് മാറും. ഞങ്ങളുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ കണ്ണ് ചുവപ്പ് നീലയാവുന്നേ? ഒന്ന് പറഞ്ഞു താ. ഞാൻ കാണിച്ചു തരാം. ഇതാ, പിടിച്ചോ. എന്താ ഇപ്പൊ നിറം മാറിയില്ലേ? പിന്നല്ലാതെ ബോക്സർ ചേട്ടാ, നല്ല ചുമപ്പുമായി നല്ല നീലയുമായി. വളരെ നന്ദിയുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? പട്ടം പറക്കുന്നത് കണ്ട് റോട്ടിൽ കൂടെ പറക്കാൻ പാടില്ലെന്ന്. പത്തലു, എന്നെ മുറുക്ക പിടിച്ചോടെ. അതെന്റെ കയ്യെത്തും ദൂരത്താ ഉള്ളത്. നീ മുമ്പിലേക്ക് നടന്നോ, ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. വർണ്ണക്കടലാസിൽ ഞാൻ ഒട്ടിച്ച എന്റെ കൊച്ചുപട്ടം എല്ലാവർക്കും മീതെ ഉയർന്നു പറക്കും. എന്റെ കൊച്ചുപട്ടം. ബോക്സറേട്ടാ, നിങ്ങളിപ്പോ എന്തിനാ ഈ മരത്തിന്റെ ചോട്ടിലേക്ക് വന്ന്? ചേട്ടനല്ലേ പറഞ്ഞ റോഡിൽ കൂടെ പോയി പട്ടം എടുക്കരുതെന്ന്. അതുകൊണ്ട് ഞങ്ങള് മരത്തിന്റെ മേലിൽ കയറി എടുത്തതാണ്. ക്ഷമിക്കൂ ബോക്സർ ചേട്ടാ, ക്ഷമിക്കൂ. നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല ഇത്. നിങ്ങളെ ശിക്ഷിക്കാനും ക്ഷമിക്കാനും ഞാൻ ആരാണ്? അതെല്ലാം മേളിലിരിക്കുന്ന ഒരാളുടെ ജോലിയല്ലേ? അതെന്തായാലും ശരിയാണ്. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. മുകളിലുള്ളവനൊന്ന് കനിഞ്ഞങ്ങ് വിളിച്ചാ അവനെല്ലാം ക്ഷമിച്ചേക്കും. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, മരത്തിൽ നിന്നും പട്ടം എടുക്കുന്നത് ഒരു അപകടം പിടിച്ച കാര്യമാണ്. താഴെ കൂടെ നടന്നു പോകുന്ന ഒരാളുടെ മേളിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മേളിലോട്ട് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്, നമ്മൾ മോളിൽ നിന്ന് താഴോട്ടല്ലേ വീഴാറുള്ളത്? പക്ഷെ താഴെ നിന്ന് എങ്ങനെയാ മുകളിലോട്ടേക്ക് പോവുക? ഒന്ന് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇപ്പൊ മനസ്സിലാക്കി തരാം. പിടിച്ചോ. ഇതിൽ നിന്നും നമ്മൾ എന്താ പഠിച്ചത്? മരത്തിന്റെ മുകളിൽ കയറി പട്ടം എടുക്കാൻ പാടില്ല. വർണ്ണക്കടലാസിൽ ഞാൻ ഒട്ടിച്ച എന്റെ കൊച്ചു പട്ടം. മോട്ടും പത്ലവും പറന്നു പോയി, ഇനി ഞാൻ പറത്തും എന്റെ പട്ടം. ഹഹാ. വാഹു ആഹു, യാഹു ആഹു, യാഹു ആഹു, യാഹു ആഹു. ബോക്സറേട്ടാ, ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. വീടിന്റെ മുകളിൽ കയറി പട്ടം പറത്തുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് നീലയും ചുവപ്പാകാനുള്ള സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വീണ് വീണ്ടും മുകളിലേക്ക് പറക്കാനുള്ള സാധ്യത കാണുന്നു. മാത്രമല്ല അപ്രത്യക്ഷമാകാനും മതി. അപ്രത്യക്ഷമാകുകയോ? അതെങ്ങനെ സംഭവിക്കാം? ദേ ഇതുപോലെ. എവിടെയാ പോയത്? ഒരു ഇടി പോലും തന്നില്ലല്ലോ. ബോസ്, നമ്മൾ വജ്രം മോഷ്ടിച്ചു. പക്ഷേ ഈ വജ്രത്തിന്റെ സിറ്റിക്ക് വെളിയിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുപോകാനാ? അതും കൂടി ആലോചിക്കണ്ടേ? ഇൻസ്പെക്ടർ ചിങ്കമാണെങ്കിൽ സിറ്റിയിൽ വളരെ കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അല്ലേ നമ്പർ 2? ഈ വജ്രം എങ്ങനെയെങ്കിലും ഈ പട്ടണത്തിൽ നിന്ന് കടത്തി എന്റെ ചേട്ടൻ ഷോണിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ മണ്ടന്മാരെ. എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. ഈ വജ്രമെല്ലാം ഒരു പട്ടത്തിൽ കെട്ടി പട്ടണത്തിന് മുകളിലൂടെ പറത്തി വിടണം. അപ്പോ ഇതെന്റെ ചേട്ടന്റെ കൈകളിൽ എത്തും. പിന്നെ ചിങ്കത്തിന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്റെ പട്ടം ചൈനക്കാർ ഉണ്ടാക്കിയതാണ്. അത് റിമോട്ട് കൺട്രോൾ വെച്ച് ചെയ്യാൻ പറ്റും. എന്റെ പട്ടത്തിനോട് വേറെ എന്തിനും കളിക്കാൻ പറ്റില്ല. ഇവൻ കള്ളക്കളി കളിക്കുക. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. മോട്ടു, നീ വീട്ടിൽ പോയി ഉറങ്ങ്. ഈ ഡോണിന്റെ പട്ടം പൊട്ടിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അവന്റെ പട്ടത്തിനുള്ള ഉത്തരം ഇങ്ങനെ കൊടുത്താലേ ശരിയാകൂ. എനിക്ക് പട്ടം പറപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. ദാ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. പൊളിക്കടുത്തല്ലോ. നിന്റെ പട്ടം 20 സെക്കൻഡ് പോലും പറന്നില്ലല്ലോ. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്ത്
ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഞാൻ ജോണിന്റെ പട്ടം കണ്ടപ്പോഴേ ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ജോണിന്റെ പട്ടത്തിനുള്ള ഉത്തരം ഡോക്ടർ ജഡ്കയുടെ പട്ടത്തിന് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അതിപ്പോ വരുന്നുണ്ടാവും. ഓ മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്കേ, പത്തില് പറഞ്ഞപ്പോഴേക്ക് ഞാൻ കൊണ്ടുവന്ന സാധനം എന്താണെന്ന് നോക്ക്. ഇത്രയും വലിയ പട്ടോ? ഇത് വലുത് മാത്രമല്ല, ഭയങ്കര ശക്തിയുള്ളതുമാണ്. ഒരു മനുഷ്യൻ ഇതിനകത്ത് കയറിയിരുന്ന് പോകാൻ പറ്റും. ഇത് പറപ്പിക്കാൻ നൂലല്ല വേണ്ടത്, പെട്രോളാണ്. ഇത് ആർക്കും കട്ട് ചെയ്യാനും പറ്റില്ല, ഇതിനടുത്തേക്ക് ആർക്കും വരാനും പറ്റില്ല. കൊള്ളാം ഡോക്ടർ ജഡ്ക, കൊള്ളാം. ഇനിയിപ്പൊ നമുക്ക് ജോണിനൊരു പണി കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യുമ്പത്തിലു, ഇതിൽ കയറി മുകളിലേക്ക് പറക്ക്. ഇതൊരു തവണ മുകളിലേക്ക് പറന്നാൽ പിന്നെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ബട്ടൺ അമർത്തുമ്പോഴാണോ പട്ടം പറക്കുക? എന്താ 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 എന്തൊക്കെയാ നിങ്ങൾ അവിടെ ചെയ്യുന്നേ? എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഇത് ഞാൻ ആദ്യമായിട്ട് പറപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് സമയം എടുക്കും. നിർത്ത ഒന്ന് നിർത്ത്. എന്നെ ഒന്ന് താഴെ ഇറക്ക്. എന്തൊക്കെയാ നിങ്ങൾ അവിടെ ചെയ്യുന്നേ? പട്ടം അടിച്ചു മാറ്റുന്നതും അപകടമാണ്. ടെറസിൽ നിന്നും പട്ടം പറത്തുന്നതും അപകടമാണ്. പ്ലേ ഗ്രൗണ്ടിൽ നിന്നും പട്ടം പറത്തുന്നതും അപകടമാണ്. പിന്നെ മോട്ടവും പത്തിലും ഉണ്ടെങ്കിൽ ആ വഴി പോകുന്നത് തന്നെ അപകടമാണ്. ഇനിയല്ലേ കളി? എന്റെ 1 കോടിയുടെ വജ്രം പിടിക്ക്, പട്ടത്തെ പിടിക്കടാ. ഒരു കോടിയുടെ വജ്രം പിടിക്ക്, ആ പട്ടത്തിനെ പിടിക്ക്. ഈ വജ്രം കിട്ടിയ ചിങ്കത്തിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ആരെങ്കിലും ഒന്ന് ചിങ്കത്തിനെ വിളിക്ക്. Sorry, കള്ളൻ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുക. പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു തന്നോളാം. എന്റെ അമ്മോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. നല്ല മണം. മോട്ടു വണ്ടി ആരാ ഓടിക്കുന്നത്? എന്റെ പത്തിലും അതൊന്ന് പിടിച്ചു നിർത്ത്. മോട്ടു, ഈ ഏണിയുടെ ബട്ടൺ ഒന്ന് അമർത്തു. ഇത് വെച്ച് ഞാൻ മുകളിലേക്ക് കയറി ആ പട്ടം പിടിച്ചിരിക്കും. എന്റെ അമ്മോ, അമ്മച്ചി, രക്ഷിക്കണേ. രക്ഷിക്കണേ. ആരെങ്കിലും ഇതൊന്ന് താഴെ ഇറക്ക്. നീ മാറ്, ഞാൻ വണ്ടി ഓടിച്ചോളാം. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ജഡ്ക, എന്നെ രക്ഷിക്കണേ. എന്റെ കാര്യം പോക്കാണെന്നാ തോന്നണേ. രക്ഷിക്കണേ. രക്ഷിക്കണേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. വജ്രം നിങ്ങൾ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഇവിടുന്ന് പോവാൻ കഴിയില്ല.